അപ്പോൾ അത് നമ്മൾ മീൻകറി ഉണ്ടാക്കാനായിട്ട് എല്ലാം കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചട്ടി ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പിന്നെ കൊച്ചുള്ളി ശകലം ഒരു 3-4 ഉള്ളി അത് ഇടുക. അപ്പോൾ ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുക. കടുക് ഇനി കുറച്ച് നമ്മൾ ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. അത് നല്ല ചൂടായി പൊട്ടി തുടങ്ങിയ ശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില തുടങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളത് നല്ലപോലെ ഒന്ന് ഒത്തിരി തീയോ ആവരുത്, കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളൊന്ന് അതിനെ ഒന്ന് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. പക്ഷേ ഇത് നമ്മൾ കുടംപുളി ഇട്ട് വെക്കുന്ന കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം കുറച്ച് എരിവൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ ഈ കറിക്ക്. അപ്പം കുറച്ചൊന്ന് മൂക്കാനായിട്ട് നമ്മൾ ഒരു ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചെറിയ ശകലം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അതിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ഒന്ന് കറുത്ത് വരും, എല്ലാം ഒന്ന് മൂത്ത് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒരു പാത്രത്തിൽ ചൂടാക്കാൻ സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. കാരണം ഒഴിക്കാനായിട്ട് തണുത്ത വെള്ളം മാക്സിമം ഒഴിക്കാതിരിക്കുക. നമ്മൾ അതിനിടയ്ക്ക് പുളി നമ്മൾ ചൂടുവെള്ളത്തിലാണ് ഇടുന്നത്. ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് കാശ്മീരി മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, അതായത് പിന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടി കുറച്ച് വേണം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവ, ഒരു ശക്കല ഒരു വേണം. അത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ശകലം എടുക്കുക. പിന്നെ എരിവുള്ള മുളക് പൊടി കുറച്ചെടുക്കുക. പിന്നെ എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഒരു ബൗളിനകത്ത് നമ്മൾ എടുക്കുന്നത്. ബൗളിനകത്ത് നല്ല പോലെ മിക്സ് ചെയ്യണം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ, ചട്ടിക്കകത്ത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ചട്ടിയിൽ നമ്മൾ ഇടുമ്പോൾ ഇതെല്ലാം ഒരു കൂടുതലായിട്ട് എങ്ങും പിടിക്കത്തില്ല. ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോഴത്തേനും എല്ലാം കറക്റ്റായിട്ട് കിടക്കും. ഇപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ സാധനം സൈഡിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നടുക്കുവാണ് ഇടാനായിട്ട്. നമ്മൾ നടുക്കിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇടുന്ന കളറെല്ലാം കുറച്ച് ചെയ്യുമ്പോഴത്തേനും ഇത് കുറച്ച് ചെയ്യുമ്പോൾ നല്ല കറുത്ത് വരുന്ന വെള്ളമൊന്നും ഒഴിക്കരുത്, ഇപ്പോൾ ഒഴിക്കരുത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ച വെള്ളം എടുക്കുക, അതിങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളമായി പോകരുത്, ഒരു ലിമിറ്റ് വേണം. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. കാരണം കുറുകിയ മീൻകറിയാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ ആ ലെവലിലോട്ട്, അപ്പോൾ ഇത് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ പറ്റും. അപ്പോൾ നല്ല കുറുകിയിരിക്കണം. അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ ആ പുളി ഇടുക. വെള്ളം മൊത്തം ഒഴിക്കരുത്, പുളിയുടെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. തിളയ്ക്കാൻ വേണ്ടിയിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് മീൻ കഷ്ണം ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കൊണ്ട് തിളച്ച് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ മീൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിളച്ച വെള്ളം തന്നെയാണ് ഓൾറെഡി അതിനകത്ത് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻ കഷ്ണം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇളക്കുക, പിന്നെ അധികം ഇട്ട് ഇളക്കരുത്. ഇപ്പോൾ ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ല പോലെ 20 മിനിറ്റ് 10-15 മിനിറ്റ് ഞാൻ വെച്ചതേ ഉള്ളൂ. അപ്പം നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഉടയാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. എങ്കിലും ഒരു 5 മിനിറ്റ് വരെ നമ്മൾ വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മളൊരു കടുങ്കാപ്പി ഇടാൻ വേണ്ടി പോയി. ഇതാണ് നമ്മുടെ മീൻകറി. ഇപ്പോൾ ഏകദേശം നല്ല സെറ്റായതിപ്പോൾ ഉണ്ട്. അപ്പം മീൻകറി ഇഷ്ടമായെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരണം കേട്ടോ.